നമ്മുടെ പട്ടാളക്കാർ അതിർത്തിയിൽ നമുക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കും പലതും ചെയ്യാൻ സാധിക്കും. 1. സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവരെ കണ്ടെത്താൻ സഹായിക്കാം. 2. നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാം. ഇതൊക്കെ എങ്ങനെ? ആദ്യം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരെ വ്യാജമായിട്ടുള്ള പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനടിയിൽ നെഗറ്റീവായിട്ട് കമൻറ്റുകൾ ഇടുന്നവരെ പൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ എന്തെങ്കിലും പോസ്റ്റുകളോ കമൻറ്റുകളോ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ആ പോസ്റ്റിൻ്റെ ലിങ്ക് ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം വാട്സപ്പ് നമ്പറായ 8799711125 നമ്പർ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയക്കുക. പിന്നെ ഇമെയിൽ അയക്കാനും സൗകര്യമുണ്ട്. ഇങ്ങനെ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലും നമ്മൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാറ്റസുകളോ പോസ്റ്റുകളോ സ്റ്റോറികളോ ഒന്നും ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കാം എന്നതിലുപരി പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഉണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതുപോലെ ഇമ്മാതിരി പോസ്റ്റുകൾ ചെയ്യുന്നവന്മാരെ പോക്കുക. ഇനി സോഷ്യൽ മീഡിയ കയറുമ്പോഴത്തേക്കും ഇതുപോലെ ദുഷ്പ്രചരണം നടത്തുന്ന കമൻറ്റുകളോ അറിയാമല്ലോ പ്രധാനമന്ത്രിയുടെയോ ഇന്ത്യയുടെയോ എന്തെങ്കിലും ഒരു പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വന്ന് നെഗറ്റീവായിട്ട് അതുപോലെ കമൻ്റ് അടിക്കുന്ന ആളുകളുണ്ട്. വെറുതെ വിടരുത്. നമ്മൾ ചുമ്മാ അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സ്ക്രീൻഷോട്ട് എടുക്കണം. എന്നിട്ട് ആ പോസ്റ്റിൻ്റെ ലിങ്കും എടുക്കണം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ വാട്സപ്പിലോട്ടോ അവരുടെ ഇമെയിലിലോട്ടോ അയച്ചങ്ങ് കൊടുത്തേക്കണം. നമുക്കും ചെയ്യാവുന്നതൊക്കെ നമുക്കും അങ്ങോട്ട് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഒരു സൂചിക്കണ്ടല്ലോ, നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത്. നമ്മുടെ കൂട്ടുകാരായാലും നമ്മുടെ ബന്ധുമിത്രാദികളായാലും ആരായാലും ഒരു സോഫ്റ്റ് കോർണറും കാണിക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കൊടുക്കുക എന്നുള്ളേ ഉള്ളൂ. അതിനകത്ത് വേറെ കഥയൊന്നുമില്ല. ഇനി അടുത്തത് നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് നമുക്ക് എങ്ങനെ സംഭാവന ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ കയ്യിൽ ഇതിന് മാത്രം പൈസ ഒന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. 1000 2000 വേണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മുടെ കയ്യിലുള്ള എത്ര ചെറിയ തുകയാണെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. ഇതാണ് നാഷണൽ ഡിഫൻസ് ഫണ്ടിൻ്റെ സംഭാവനകൾ സ്വീകരിക്കുന്ന വെബ്സൈറ്റ്. ഇതിൽ കയറുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പം ഇതിൽ ഡൊണേറ്റ് ഫോർ NDF എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് വരും. NDF ഓൺലൈൻ ഡൊണേഷൻ ഫോം ബ്രാക്കറ്റിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് അതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് കൊടുക്കുക. ടൈറ്റിൽ ഏതാണ്ട് കൊടുക്കുക, മിസ്റ്റർ മിസ്സസ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പേര് കൊടുക്കുക. ഫസ്റ്റ് നെയിം പിന്നെ ലാസ്റ്റ് നെയിം പിന്നെ നമ്മുടെ ഇമെയിൽ ID ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഫോൺ നമ്പർ കൊടുക്കുക. രാജ്യം ഇന്ത്യ ഓൾറെഡി സെലക്ട് ചെയ്ത് കിടപ്പുണ്ട്. സ്റ്റേറ്റ് കൊടുക്കുക. നമ്മുടെ ജില്ല കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ആധാറിലോ മറ്റോ ഉള്ള അഡ്രസ്സ് കൊടുക്കുക എന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിൻകോഡ്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇനി എമൗണ്ട് എത്ര നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാൻ നമ്പറിൻ്റെ ഒരു കോളം ഉണ്ട്. അത് പാൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, അത് നിർബന്ധമില്ല. ഓക്കെ, ക്യാപ്ചർ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ താഴെ ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ദ ടേംസ് ഓഫ് ഡൊണേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അവിടെ ടിക്കറ്റ് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. പിന്നെ പ്രൊസീഡ് ഞെക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തതെല്ലാം ശരിയാണോ എന്ന് ഒന്ന് വായിച്ച് നോക്കുക. എമൗണ്ട്, ഫോൺ നമ്പർ, ഇമെയിൽ ID, നമ്മുടെ പേര്, അഡ്രസ്സ് ഇതെല്ലാം കറക്റ്റാണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം ചെയ്യുക. അതിനുശേഷം മറ്റൊരു പേജ് വരും. അതിൽ താഴെ പ്രൊസീഡ് ടു പേ ഉണ്ട്, അത് കൊടുക്കുക. ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ് ബാങ്കിങ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം നെറ്റ് ബാങ്കിങ് ഉള്ളവർ അത് ചെയ്യുക ബാക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തെ സഹായിക്കാൻ സാധിക്കും. ആദ്യം പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യാജ പോസ്റ്റുകളോ കമൻറ്റുകളോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ ലിങ്കോ എടുത്തതിന് ശേഷം ആദ്യം പറഞ്ഞ ഫോൺ നമ്പറിലോട്ടും മെയിൽ IDയിലോട്ടും സെൻഡ് ചെയ്ത് കൊടുക്കുക. ആ ഫോൺ നമ്പറും മെയിൽ IDയും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന തുക അത് എത്ര ചെറുതാണേലും സംഭാവന ചെയ്യുക.